വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമം കാരണം ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ഹോട്ടലുകളും അനുബന്ധ സ്ഥാപനങ്ങളും പൂട്ടിത്തുടങ്ങി. നിലവിലെ സാഹചര്യത്തിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണത്തിൽ തടസ്സമില്ലെന്നാണ് ഗ്യാസ് ഏജൻസികൾ വ്യക്തമാക്കുന്നത്. ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിലെ വാണിജ്യ LPG സിലിണ്ടറുകളുടെ ക്ഷാമം ഹോട്ടൽ മേഖലയെ ഗുരുതരമായി ബാധിച്ചു. സിലിണ്ടറുകൾ ലഭിക്കാത്തത് പല ഹോട്ടലുകൾക്കും ചെറിയ ചായക്കടകൾക്ക് പോലും തിരിച്ചടിയായി. ഗ്യാസ് കിട്ടുന്നില്ലായിരുന്നു. കത്തിച്ച് ഇന്ന് വരെ ഒഴിക്കാനുള്ള ഗ്യാസ് ഉള്ളായിരുന്നു. അന്നത്തെ കൊണ്ട് കട അടയ്ക്കുകയാണ്. ഈ ഗ്യാസ് കൊമേഴ്സ് കിട്ടി കഴിഞ്ഞാൽ തുറക്കും. 5 സ്റ്റാഫുകളുണ്ട്. അവരുടെ കാര്യം അവതാളത്തിലാണ്. ജില്ലാ ആസ്ഥാനത്ത് പൈനാവ്, ചെറുതോണി, തടിയമ്പാട്, കരിമ്പൻ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭക്ഷണം കിട്ടാതായി. പ്രദേശങ്ങളിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ഗ്യാസ് കിട്ടാനില്ല, ചെറിയൂറ്റി വെക്കത്തില്ല, വീടുകളിൽ പോലും കിട്ടാനില്ല, വിറക് കത്തിക്കാൻ മാർഗമില്ല. ഈ ഗ്യാസൊക്കെ ഇറങ്ങിയോണ്ടല്ലോ എല്ലാവരും അടുപ്പും വിറകും എല്ലാം കളഞ്ഞത്. ഇപ്പൊ അത് കിട്ടാനില്ല, വിറക് കത്തിക്കാൻ മാർഗമില്ല, വിറക് കിട്ടാനില്ല. കുഞ്ഞിപ്പിള്ളേരുണ്ട്, പിള്ളേർ സ്കൂളിൽ പോകണം, കട തുറക്കണം, കടയിൽ 5-6 പണിക്കാരുണ്ട്. അവർക്കൊക്കെ എങ്ങനെ ജീവിക്കാൻ പറ്റും? പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിലും LPG വിതരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ജനങ്ങൾ പാനിക്കാണ്, സിലിണ്ടർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതേസമയം ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറുകളുടെ കാര്യത്തിൽ പ്രതിസന്ധിയില്ലെന്നും ആവശ്യാനുസരണം സിലിണ്ടറുകൾ ലഭിക്കുന്നുണ്ടെന്നുമാണ് വിതരണക്കാർ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.